ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. 2025 മാർച്ച് മാസത്തിൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം എന്നീ 5 നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനിടയുള്ള താൽക്കാലിക ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഗ്രഹനില നോക്കുമ്പം സൂര്യൻ മാർച്ച് 14 വരെ കുംഭൻ രാശിയിലാണ്. അതിനുശേഷം മീനൻ രാശിയിലേക്ക് കടക്കുന്നുണ്ട്. മാർച്ച് 14-നാണ് വെളുത്ത വാവ് വരുന്നത്. മാർച്ച് 29-ന് കറുത്ത വാവും സംഭവിക്കുന്നു. അതായത് മാർച്ച് 14-ന് പൗർണമിയും മാർച്ച് 29-ന് അമാവാസിയുമാണ്. മാർച്ച് 29-ന് ശനിക്ക് രാശിമാറ്റം ഉണ്ടാകുന്നുണ്ട്. കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് കിടക്കും. മീനൻ രാശിയിൽ ഇപ്പോൾ ശുക്രനും ഇന്നു മുതൽ ബുധനും ഉണ്ട്. ഫെബ്രുവരിയുടെ അവസാനം മുതൽ മാർച്ച് മാസം മുഴുവനും ശനി മൗഢ്യത്തിലാണ്, സൂര്യനുമായിട്ട് ചേർന്ന് വരുന്നു. വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിലാണ്. രാഹു മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നു. കേതു കന്നി രാശിയിലാണ്. ബുധൻ നീചത്തിലാണ് എന്നുള്ളതാണ്. ശുക്രൻ ഉച്ചരാശിയിലും ബുധൻ നീചരാശിയിലുമാണ് എന്നുള്ളതാണ് മാർച്ച് മാസത്തിലുള്ളൊരു പ്രത്യേകത. ചൊവ്വ മിഥുനം രാശിയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മാർച്ച് മാസത്തിൽ മുഴുവൻ അവിടെ തന്നെയാണ്. അപ്പം ഈ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ ഒന്ന് നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യനും ശനിയും 11-ലാണ് സഞ്ചരിക്കുന്നത്, അതായത് കുംഭൻ രാശിയിൽ. കുറേയേറെ അധികാരങ്ങളൊക്കെ കൈയാളാൻ പറ്റിയ കാലഘട്ടമാണ്. പ്രശ്നങ്ങൾ വന്നാലും എല്ലാം നേരിട്ട് മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടാകും. സർക്കാരിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും. അച്ഛനമ്മമാർക്ക് ഗുണകരമായ കാലമാണ്. അല്പം അലച്ചിലുണ്ടാകും, ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം കൊണ്ടോ അല്ല എങ്കിൽ മറ്റേതെങ്കിലും കാര്യം കൊണ്ടോ, വീടിന് പെർമിറ്റ് കിട്ടാനോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ചേർന്ന് അലച്ചിൽ ഉണ്ടായേക്കാം. ചെലവ് അല്പം കൂടാനാണ് സാധ്യതയുള്ളത്. ശുക്രൻ ഉച്ചത്തിലാണെങ്കിലും 12-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ചെലവ് വർദ്ധിക്കും. കുറേ ആഡംബര സാധനങ്ങൾ കൈവശം എത്തിച്ചേരുകയും ചെയ്യും. ഇപ്പോൾ ശുക്രന് 12-ാം ഭാവം എന്ന് പറയുന്നത് ഗുണകരമാണ്. മറ്റൊരു ഗ്രഹത്തിനും 12 നിൽക്കുന്നത് ഗുണകരമല്ല. എങ്കിൽ പോലും ശുക്രൻ കുറേയേറെ ചിലവുകൾ ഉണ്ടാക്കും. കുടുംബ ബന്ധങ്ങളിൽ പൊതുവെ സമാധാനപരമായ അന്തരീക്ഷമായിരിക്കും. 2-ലാണ് വ്യാഴം എന്നുള്ളത് ധനപരമായിട്ട് ഗുണകരമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അല്പം കൂടെ കാലം കാത്തിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഒന്നിലേറെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് കൊണ്ട് പലവിധ ബുദ്ധിമുട്ടുകൾ നേരിടാനും അശ്വതിക്കാർക്ക് സാധ്യതയുണ്ട്. ഭരണി നക്ഷത്രക്കാരുടെ ഫലമാണ് അടുത്തത്. അവരുടെ നക്ഷത്ര ദശാധിപനാണ് ശുക്രൻ. ഇപ്പോൾ ഉച്ചത്തിൽ സഞ്ചരിക്കുന്നു. ഉച്ചരാശിയാണ് മീനം ശുക്രൻ്റെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ സാമാന്യമായ വിജയമുണ്ടാകും. എല്ലാം വിജയിക്കും എന്നല്ല, 99% വിജയിക്കും. സമൂഹത്തിൽ അംഗീകരിക്കപ്പെടും. രാഷ്ട്രീയ പ്രവർത്തകരോ പൊതുപ്രവർത്തകരോ ഒക്കെ ആണെങ്കിൽ അവരെ ജനങ്ങൾ അംഗീകരിക്കും. ജോലിക്കയറ്റത്തിന് സാധ്യതയുള്ളൊരു കാലമാണ്. ബിസിനസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും ഈ മാസം. വിനോദയാത്രകൾ, തീർത്ഥയാത്രകൾക്കൊക്കെ അവസരമുണ്ട്. രോഗാദി ദുരിതങ്ങൾക്കൊക്കെ കുറവുണ്ടാകും. ഊഹക്കച്ചവടത്തിൽ നഷ്ടം ഉണ്ടാകാനിടയുണ്ട്. പ്രത്യേകിച്ച് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ കമ്മോഡിറ്റി മാർക്കറ്റിൽ ഊഹക്കച്ചവടം നടത്തുന്ന മാർക്കറ്റുകളിൽ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്ക് അത്ര ഗുണകരമല്ല ഈ മാസം. അടുത്തത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നോക്കുമ്പം ശത്രുദോഷമാണ് അവർക്ക് പ്രധാനമായിട്ടുണ്ടാകുന്നത്. കാർത്തിക 2 കൂറിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 15 നാഴികയ്ക്കകത്ത് ജനിച്ചവർ മേടക്കൂറിലും ബാക്കി 3/4 ഭാഗം ഇടക്കൂറിലുമാണ് വരുന്നത്. അതിൽ മേടക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ ഭാഗം ഗുണകരമായിട്ട് വരും. വ്യാഴം 2-ലാണ് സഞ്ചരിക്കുന്നത്. ശുക്രൻ
ഉച്ച രാശിസ്ഥിതനായിട്ട് 12-ലുണ്ട്, രാഹുവുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. പല പല സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അധികാര ലാഭം ഉണ്ടാവും, കർമ്മഗുണം അല്ലെ തൊഴിലിൽ ഗുണമുണ്ടാവും, ധനാഗമ മാർഗങ്ങൾ തുറന്നു വരും, സംഘടനകളിലൊക്കെ അംഗീകരിക്കപ്പെടുകയും നേതൃപദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും. കുടുംബ സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകും. കുടുംബയോഗങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കും. പല മാർഗങ്ങളിൽ ധനലാഭത്തിന് സാധ്യതയുണ്ട്. പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ്. ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സുഹൃത്തുക്കളിൽ നിന്നും വിശ്വാസവഞ്ചന നേരിടാനുള്ള സാധ്യതയുണ്ട്. സഹപ്രവർത്തകരിൽ നിന്നുള്ള ചില നിസ്സഹകരണങ്ങൾ, ചില ഉപദ്രവങ്ങൾ ഒക്കെ ഈ സമയത്ത് അനുഭവപ്പെട്ടേക്കാം. ക്ലേശകരമായ യാത്രകളും ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അലച്ചിലുകൾ വർദ്ധിക്കും. പ്രമോഷനോട് കൂടിയ സ്ഥലം മാറ്റത്തിനൊക്കെ ഉദ്യോഗസ്ഥർക്ക് സാധ്യതയും ഉണ്ട്. പൊതുപ്രവർത്തനങ്ങൾ, ദേവാലയ സംബന്ധമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനും യോഗം ഉണ്ട്. രോഹിണി നക്ഷത്രമാണ് അടുത്തത്. ഇടവക്കൂറിൽ പെടുന്ന നക്ഷത്രമാണ്. പലരുടെയും സഹായം സ്വീകരിച്ച് മാത്രമേ ഈ മാസം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ധനസഹായം എന്നുള്ളത് മാത്രമല്ല, മറ്റു പല രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ വാങ്ങിക്കേണ്ടതായിട്ട് വരും. വിദ്യാഭ്യാസപരമായിട്ട് ഗുണകരമാണ് ഈ മാസം, മാർച്ച് മാസം. പുതിയ ജോലി തേടുന്നവർക്ക് ഗുണകരമാണ്. ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലിക്ക് നല്ല സാധ്യതയുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക്. പ്രണയ ബന്ധങ്ങളൊക്കെ ഉടലെടുക്കുന്നതാണ്. നേരത്തെ ഉള്ളവർ തുടർന്നുകൊണ്ട് പോകും. ഈ സമയത്ത് ചില പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹം വരെ എത്തിച്ചേരാം. ധനവരവ് പല രീതിയിൽ ഉണ്ടാകും. നിക്ഷേപങ്ങളും വിജയിക്കും. ശുക്രൻ ഉച്ചരാശിസ്ഥിതനായിട്ട് 11-ലാണല്ലോ ഇവർക്ക് നിൽക്കുന്നത്. പലവിധ സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിലേക്ക് കുറേ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ അതിനുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ചൊവ്വ 2-ൽ നിൽക്കുന്നത് അത്ര ഗുണകരമല്ല. ഗുണാനുഭവങ്ങളാണ് കൂടുതൽ. ചെറിയ സ്വരച്ചേർച്ചക്കുറവ് പങ്കാളിയുമായിട്ടോ കുടുംബ അംഗങ്ങളുമായിട്ടോ ബന്ധുക്കളുമായിട്ടൊക്കെ സ്വരച്ചേർച്ചക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ തോതിലാണെങ്കിലും അല്ലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അടുത്ത മകയിരമാണ്. മകയിരം നക്ഷത്രം 2 കൂറുകളിൽ വരുന്നു. ആദ്യത്തെ പകുതി ഇടവക്കൂറിലും രണ്ടാമത്തെ പകുതി മിഥുനക്കൂറിലും. അപ്പോൾ അവരെ സംബന്ധിച്ച് മനസ്സിന് കുറച്ചൊക്കെ സമാധാനം കിട്ടുന്ന ഒരു മാസമാണ്. ഇടവക്കൂറുകാർക്ക് കൂടുതൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. മിഥുനക്കൂറുകാർക്ക് അത്ര തന്നെ വരുന്നില്ല. കാരണം മിഥുനക്കൂറിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. ഇടവക്കൂറുകാർക്ക് ചെറിയൊരു പ്രശ്നമുള്ളത് ജന്മവ്യാഴമാണ് എന്നുള്ളതാണ്. എങ്കിലും അതിൻ്റെ അവസാന ഭാഗമായതുകൊണ്ട് അത്ര വലിയ ദോഷം തോന്നുകയില്ല. ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂകളിലും ജോലിക്ക് വേണ്ടി നമ്മൾ ഹാജരാകുമ്പോഴും ഒക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും കുടുംബാംഗങ്ങളുടെ പിന്തുണയൊക്കെ ലഭിക്കും. ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും പിന്തുണ ലഭിക്കും. ദൂരെ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് സ്ഥലമാറ്റം കിട്ടാൻ യോഗമുണ്ട്. നിലവിലുള്ള ജോലിയൊന്ന് മാറിയെടുക്കാനായിട്ടും ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പൈതൃക സ്വത്തിൽ നിന്നും ധനലാഭം ഉണ്ടാകും. ആ സ്വത്തിൽ നിന്നുള്ള കാർഷിക ആദായമോ അല്ലെങ്കിൽ അത് വിറ്റിട്ടോ ഒക്കെ ധനം ലഭിക്കുന്നതാണ്. പല കാര്യങ്ങളും അതുകൊണ്ട് നടത്താൻ സാധിക്കും. രഹസ്യമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ഉള്ള സാധ്യത ഈ സമയത്ത് മകയിര നക്ഷത്രക്കാർക്ക് ഉണ്ട്. നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാകുന്നതാണ്. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ചെറിയ തടസ്സമൊക്കെ ഉണ്ടാകാം. വീട് പണി പൂർത്തിയാക്കാനോ അല്ലെ പുതിയൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ പഴയതൊന്ന് പുതുക്കിയെടുക്കാനോ ഒക്കെയുള്ള സാധ്യത ഉണ്ട്. വിദേശത്ത് പോകാനുള്ള ആഗ്രഹം സഫലമാകാൻ ഇടയുള്ളൊരു കാലമാണ്. ദാമ്പത്യ പ്രശ്നങ്ങളിൽ വളരെയേറെ ആശ്വാസം അനുഭവപ്പെടുന്നതാണ്. പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞ് പൊതുവെ ഒരു ഐക്യം ഉണ്ടാകാൻ ഇടയുള്ള ഒരു കാലഘട്ടമാണ് ഈ മാർച്ച് മാസം.
അപ്പോൾ ഇതാണ് നമുക്ക് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാരുടെ മാർച്ച് മാസ ഫലം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ധാരാളമായിട്ടുണ്ടാകട്ടെ. നമസ്കാരം.